എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ പുതിയ രൂപവും ഭാവവും ഉണ്ടായത്. ഞാനുണ്ട്, വല്ലഭായി ഉണ്ട്, പിന്നെ തിലകുണ്ട്, ഇവരെല്ലാരും ഉണ്ട്, കാന്തിയാത്തോപ്പുണ്ട്, എല്ലാരും കൂടി പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതാദ്യമായിട്ട് ഈ രാജ്യത്ത് ഉയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതോടുകൂടിയാണ്. രവി വരുന്നു. ഏത് രവി? ഏടോ രവീന്ദ്രനാഥ ടാഗോർ. എന്താ വിളിക്ക രവിന്ന്? അതെ, ഞങ്ങൾ അങ്ങനത്തെ ബന്ധല്ലേ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് അവിസ്മരണീയമാണ്. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? ഉമ്മറുട്ടേക്ക് അങ്ങനത്തെ ഒരു വർത്താനോ? എന്തേ? അന്നക്കാട്ട ഞാൻ അയ്യൊക്കെ ജനിക്കുന്നതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോ വിടലാന്ന് അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ. പറഞ്ഞേ. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വം എന്നായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിശേഷിപ്പിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നു. കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി. ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ. പക്ഷെ 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയില്ല. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതമായത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ്. 1947 ആഗസ്റ്റ് 15 നമുക്ക് ഇത് കിട്ടുന്നത് സ്വാതന്ത്ര്യം. ഇന്ത്യൻ ചരിത്ര പഠന കോൺഗ്രസിൽ ഒരു പ്രബന്ധമായി ഇത് അവതരിപ്പിക്കാവുന്നതാണ്. പാഠപുസ്തകങ്ങളിൽ തിരുത്തും വരുത്തണം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കൂടി കോഡിയേരീസ് തിയറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ലോകം മറിച്ചൊരക്ഷരം പറയാൻ സാധ്യതയില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ജയിച്ചു, ഹിറ്റ്ലർ തോറ്റു. ഹിറ്റ്ലർ തോറ്റതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അപ്രതിരോധ്യമായ ഒരു ശക്തിയായി മാറിയപ്പോ ലോകത്തിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ദുർബലമാവുകയും കൊളോണിയൽ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുന്ന അവസ്ഥാവിശേഷം വന്നു. അതിന്റെ ഫലമായിട്ടാണ് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. വല്ലഭായി ഉണ്ടല്ലോ, മൂപ്പരിന്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് സോവിയറ്റ് യൂണിയന്റെ ശക്തിയാണ് 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഇടയായ പ്രധാനപ്പെട്ട ഘടകം. ഞാൻ പങ്കെടുക്കാത്തൊരു പരിപാടി ഞാൻ ഒപ്പ് സത്യാഗ്രഹമേ ഉള്ളൂ. അന്ന് എനിക്ക് കാലിന് തീരെ വയ്യ, നീര് വന്നിട്ട് അന്ന് കൊറേ ഇത് നടക്കണല്ലോ. കൊറേ ഓരൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടക്കുക. ഞാൻ നടന്നാലെത്തില്ല. അതിനോട് ഞാൻ അതിൽ പങ്കെടുത്തില്ല. പിന്നെ ആ വിഷമം ഞാൻ അങ്ങോട്ട് തീർത്ത് എല്ലാ യുദ്ധത്തിലും അങ്ങോട്ട് പങ്കെടുത്തിട്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇടത് ആശയങ്ങൾക്ക് ഒരു പങ്കുമില്ലായിരുന്നു എന്നൊന്നും ആരും പറയില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കൊള്ളാവുന്ന ഒരു സമരം പോലും നടത്തി ജയിക്കാൻ പറ്റാത്തവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്പം കഷ്ടമാണ്. അവിടെ നിർത്തേണ്ടിയിരുന്നില്ല. ഒന്നാം സ്വാതന്ത്ര്യ സമരവും പ്ലാസി യുദ്ധവും പാനിപ്പട്ട് യുദ്ധവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ശ്രമഫലമായിരുന്നു എന്നുകൂടി കാച്ചാമായിരുന്നു. ഈ വാഗൺ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തീവണ്ടിന്റെ ഒരു ബോഗിയാണ്. ഒരു ബോഗിന്റെ ഉള്ളിലേക്ക് നമ്മളെ ഇന്ത്യക്കാരെ കേൾക്കുന്നുണ്ടോ? ഇന്ത്യക്കാരെ വരിക്ക് നിർത്തിയിട്ട് ബ്രിട്ടീഷുകാർ അക്കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസന്റാ. നല്ല നീറ്റിൽ അവരെന്ത് ചെയ്യാ. അങ്ങനെ വരിക്ക് നിർത്തിയിട്ട് ഇവരിങ്ങനെ കുത്തി ഒലക്കാനോണ്ട് കുത്തി കയറ്റുക ബോഗിന്റെ ഉള്ളിലേക്ക്. അങ്ങനെ കുത്തി നടത്തിയ ഞാൻ ഈ ബോഗിന്റെ അടുത്ത് എത്തലും മാതിരാണ്ട് അടച്ചാൽ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1964 CPIM രൂപം കൊണ്ടു. CPIM 1964 രൂപം കൊണ്ടിരുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ ഇത്രയും ശക്തമായ ഒരു വിപ്ലവ ബഹുജന പ്രസ്ഥാനം ഇന്നുണ്ടാകുമായിരുന്നില്ല. ഇനിയുള്ള സമരങ്ങൾ ഇടവേള കഴിഞ്ഞ്.